സർക്കാരിന്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങി നിയമനാംഗീകാരം നിഷേധിക്കപ്പെട്ട അധ്യാപിക ലീനയുടെ മരണത്തിൽ KPSTA കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസ് പടിക്കൽ ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ സംരക്ഷകരാകേണ്ട അധികൃതർ ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്താകമാനം 16,000-ഓളം അധ്യാപകർ നിയമന അംഗീകാരം ലഭിക്കാതെ ദുരിതത്തിലാണെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്തെ മുഴുവൻ AEO, DEO ഓഫീസുകൾക്ക് മുൻപിലും KPSTA ധർണ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും പ്രതിഷേധം നടത്തിയത്. ധർണയിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ആനന്ദ് A. കോട്ടിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തില് ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്കുള്ളത്. 6 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം ശമ്പളം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്ര സങ്കടകരമായ സാഹചര്യമാണ്. അധ്യാപകർ കുട്ടികൾക്ക് സമ്മാനം വാങ്ങി നൽകാറുണ്ട്. അവരുടെ വിജയങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നമ്മളുടെ ഇടയിൽ നിന്നും വേർപെട്ട ഈ അധ്യാപികയുടെ വീട്ടിൽ സംസ്ഥാന നേതാക്കന്മാർ അനുശോചനങ്ങൾ അറിയിക്കാൻ എത്തിയപ്പോൾ സാധാരണ ഒരു വീടാണ്. ഇങ്ങനെ സാധാരണക്കാരായ അധ്യാപകരുടെ പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്ന് ചുമതലയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു അവസരം കൂടിയാണ്. അധ്യാപകർ വീട്ടിൽ നിന്ന് രൂപ വാങ്ങി ബസ് കൂലിയോ അല്ലെങ്കിൽ ഓട്ടോ കൂലിയോ ഒക്കെ കൊടുത്ത് അവരവരുടെ വിദ്യാലയങ്ങളിൽ വന്ന് പഠിപ്പിച്ച് ഓവർ ടൈം ജോലി ചെയ്ത് കുട്ടികളെ മികച്ച അവസ്ഥയിൽ എത്തിച്ച് തിരികെ വീട്ടിലെത്തുമ്പോഴും തല കുനിഞ്ഞ് എത്തി വരുന്ന ആ ഒരു സാഹചര്യം അലീന ടീച്ചറിന്റെ പോലെയുള്ള വ്യക്തികളുടെ സങ്കടങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അറ്റ്ലി VK, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജോസ് K. സെബാസ്റ്റ്യൻ, ശിവകുമാർ T, ജില്ലാ പ്രസിഡന്റ് ജോബിൻ K. കളത്തിക്കാട്ടിൽ, N. വിജയകുമാർ, റജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.